എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗമായി പേജ് 152 പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ. 2 വൃത്തങ്ങളിൽ ഓരോന്നും മറ്റൊന്നിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് ചുവടെ വരച്ചിരിക്കുന്നത്. ഈ 2 സർക്കിളും ഒരേ റേഡിയസിൽ വരച്ചതാണ്. ഈ 2 സർക്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ, 2 വൃത്തങ്ങളിലും ഉൾപ്പെടുന്ന ഈ കോമൺ ആയിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ദ പിക്ചർ ബിലോ ഷോസ് 2 സർക്കിൾസ് ഈച്ച് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി അതർ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ റേഡിയസ്, ഇത് സെൻറ്ററാണ്. ഈ സെൻറ്ററിന് എ എന്നും സർക്കിളിലെ ഒരു പോയിൻ്റാണ് ബി, എ ബി റേഡിയസ് ആണ്. അത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി റേഡിയസ് മാറ്റാതെ, അതായത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആക്കിക്കൊണ്ട് തന്നെ ബി സെൻറ്ററായിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ അത് ഏത് പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യും? എയിൽ കൂടി പാസ് ചെയ്യും. കണ്ട. അപ്പോൾ എ സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എ ബി, ബി സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ബി എ. രണ്ടും എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ 2 സർക്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഈ 2 സർക്കിളിലും കോമൺ ആയിട്ടുള്ള പോയിൻ്റ് അല്ലേ സി മാർക്ക് ചെയ്യുന്നു. ഇനി എ സി യോജിപ്പിക്കുന്നു. എ സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എ ബിയും എ സിയും അല്ലേ? എ സിയും അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരും? 2 സെൻറ്റിമീറ്റർ വരും അല്ലേ? 2 സെൻറ്റിമീറ്റർ. ഇനി ബി സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ബി എ. ബിയിൽ നിന്ന് സിയിലേക്ക് യോജിപ്പിച്ചാലും ബി സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പം ബി സിയും എത്ര വരും? 2 സെൻറ്റിമീറ്റർ വരും. ബി സിയും എത്ര വന്നു? 2 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ എ ബി സി എങ്ങനെയുള്ള ട്രയാങ്കിളാണ്? 3 വശവും തുല്യമാണ്. അപ്പോൾ എന്ത് ട്രയാങ്കിളാണ്? ഈക്വലാറ്റർ ട്രയാങ്കിളാണ്. ഈക്വലാറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ വശങ്ങൾ തുല്യമായിരിക്കും, കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഓരോ കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള റീജിയൻ്റെ ഏരിയ ആണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഈ എ ബി എന്ന ലൈനിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ ഏരിയ വരും? ഈ ചെറിയ പാർട്ട് അല്ലേ, അത് പ്ലസ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ പ്ലസ് ഈ ചെറിയ പാർട്ട്. അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതേ ഏരിയ തന്നെയായിരിക്കും എ ബിയുടെ താഴ്വശത്തിനും വരുന്നത്. അപ്പോൾ അത് 2 പ്രാവശ്യം കൂട്ടിയാൽ മതി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സെൻറ്ററായ സർക്കിളിലെ റേഡിയസ് ഏതൊക്കെയാണ്? എ സി, എ ബി. പിന്നെ അതിലെ ആർക്ക് ഏതാണ്? ഈ ആർക്ക് അല്ലേ? ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗമാണ് എ സെൻറ്ററായ സെക്ടർ. അപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും എ സെൻറ്ററായ സെക്ടർ. ഇവിടെ വരും, പിന്നെ ഈ വശവും കൂടി വരും അല്ലേ? ഇത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. ഇതിൻ്റെ റേഡിയസും 2 സെൻറ്റിമീറ്റർ ആണെന്നറിയാം, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് അറിയാം. റേഡിയസ് ആറും സെൻട്രൽ ആംഗിൾ എക്സും ആയ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ത് വരും? πr² ഇൻറ്റു എക്സ് ബൈ 360 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ റേഡിയസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ π ഇൻറ്റു 2² ഇൻറ്റു സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60 ബൈ 360 വരും. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 4 ഇൻറ്റു 60 ബൈ 360. ഇവിടെ ഓരോ 0 വെട്ടിപ്പോയി. 6ൽ 6 ഒരു പ്രാവശ്യം, 36ൽ 6 പ്രാവശ്യം.
ഇനി താഴെയും മുകളിലും ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഉണ്ട്. 4നെ 6നെ നമുക്ക് 2 വെച്ച് ചെറുതാക്കാം. 4ൽ 2 2 പ്രാവശ്യം. 2 അല്ലേ 4. 6ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. 3 ആണ് 6. അപ്പോൾ എന്തൊക്കെ വരും? π × 2/3. ഇതെത്രയാണ്? π × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π. അപ്പോൾ 2π/3 cm² ആണ് എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ മുകളിലുള്ള മുഴുവൻ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയോ? ഇല്ല. ഈ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗത്തിൻ്റെ ഏരിയ കൂടി നമുക്ക് കിട്ടാനുണ്ടല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ കൂടി കണ്ടുപിടിക്കാം. ബി സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് ഏതൊക്കെയാണ്? ബി എയും ബി സിയും. അതിൻ്റെ ആർക്ക് ഏതാണ്? ഈ ആർക്ക് വരും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ബി സെൻറ്ററായ സെക്ടർ. അപ്പം ഞാൻ ഈ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് ആ സെക്ടർ. ഇപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ മുഴുവൻ ഏരിയയായി. പക്ഷേ ഒരു കാര്യം നോക്കിക്കേ, വീണ്ടും ട്രയാങ്കിൾ എ ബി സി വന്നു അല്ലേ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ റേഡിയസും 2ആണ്. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഫോർമുല πr² × x/360 ആണ്. 6 2ആണ്. അപ്പം π × 2² x എത്രയാണ്? 60 ആണ്. 60/360. തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഒരുപാട് വിശദീകരിക്കണ്ടല്ലോ. അവിടെ ഏരിയ എന്ത് തന്നെ വരും? 2π/3 cm². ഇവിടെ ലൈൻ എ ബിക്ക് മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയയൊക്കെ ഏതൊക്കെയാണ്? ഈ റീജിയൻ്റെ ഏരിയ, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ, ഈ ഭാഗത്തിൻ്റെ ഏരിയ. എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വരും. പ്ലസ് ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വീണ്ടും ഈ ട്രയാങ്കിൾ വരും. ഈ ട്രയാങ്കിൾ 2 പ്രാവശ്യം വരുന്നുണ്ടല്ലേ. ട്രയാങ്കിൾ 2 പ്രാവശ്യം വരേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം വന്നാൽ മതി. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ എ സെൻറ്ററായ സെക്ടറും ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ഒരു പ്രാവശ്യം കുറയ്ക്കണം. കാരണം ഈ സെക്ടറിൻ്റെ എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും കൂട്ടുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 2 പ്രാവശ്യം വരുന്നുണ്ട്. 2 പ്രാവശ്യം വരേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം വന്നാൽ മതി. അപ്പോൾ ആ ഒരു പ്രാവശ്യം നമ്മൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ഇത് കൂട്ടുന്നതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി എന്ത് ട്രയാങ്കിളാണ്? ഈക്വലാറ്റർ ട്രയാങ്കിളാണ് അല്ലേ. ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? √3/4 a². ഇവിടെ എ എത്രയാണ്? 2 ആണ്. അപ്പോൾ √3/4 × 2a². അതെന്ത് വരും? √3/4 × 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 4. അപ്പം 4 4 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ √3 cm². അപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ മുകളിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ വീണ്ടും ട്രയാങ്കിൾ എ ബി സി വന്നു, പിന്നെ ഈ ഭാഗം കൂടെ വന്നു. അതിനകത്ത് നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കുറയ്ക്കണം. കാരണം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ 2 പ്രാവശ്യം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം മതി. അപ്പോൾ ഒരു പ്രാവശ്യം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ഇതിനകത്ത് നിന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ 2π/3 കിട്ടിയിട്ടുണ്ട്. ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ 2π/3 കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഏരിയ √3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും?
ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 2 ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പം 3 തന്നെ. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുക 4π/3 മൈനസ് √3യുടെ വില എത്രയാ 1.7. 4 ഇൻറ്റു പൈയുടെ വില എത്രയാണ് 3.14/3 മൈനസ് 1.73. 3.14നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 4 4 16, 1 ബാക്കി, 1 4 4, 4 1 5, 4 3 12. പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനമുണ്ട്, അപ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തണം. 12.56 കിട്ടി. ഇനി അതിനെ 3 കൊണ്ട് ഹരിക്കണം. നോക്കിക്കോ, 12ൽ 3 4 പ്രാവശ്യം, 3 4 12, 0. പിന്നെ പോയിൻ്റ് ഉണ്ട്, 5 ഇറക്കിയിട്ടു. 5ൽ 3 1 പ്രാവശ്യം, 1 3 3, ബാക്കി 2. 26ൽ 8 പ്രാവശ്യം, 8 3 24. 26ന് 24 കുറയ്ക്കണം, 2. ഇറക്കിയിടാൻ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ടുകൊണ്ട് ഇനി പോയിൻ്റ് ഇടണ്ട, 0 ഇടാം. 20ൽ 3 6 പ്രാവശ്യം, 6 3 18. ഇങ്ങനെ തുടർന്ന് പോകും. അപ്പം നമുക്ക് 4.186 ഇവിടെ ഹരിച്ചപ്പോൾ 4.186 കിട്ടി. ഇനി അതിനകത്ത് നിന്ന് 1.73 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 6. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ, ഇവിടെ വേണേൽ 0 ഇടാം. 6. 8ന് 3 കുറച്ചാൽ 5, 11ന് 7 കുറച്ചാൽ 4 പോയിൻ്റ്. ഇവിടെ ഒന്ന് കട എടുത്തില്ലേ, ഇവിടെ 11, അപ്പോൾ ഇവിടെ 3 ആണ്. 3ന് 1 കുറച്ചാൽ 2, അപ്പോൾ 2.456 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് ദ പാർട്ട് എബോ ലൈൻ AB. ABക്ക് മുകളിലുള്ള സ്ഥലത്തിൻ്റെ ഏരിയ 2.456 ആണ്. അപ്പോൾ ABക്ക് താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയയും എന്ത് തന്നെ വരും? 2.456 വരും. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത് സർക്കിൾസ്. 6 6 12, 1 ബാക്കി, 5 5 10, 1 11, വീണ്ടും 1 ബാക്കി, 4 4 8 1 9, 2 2 4, 4.912. അപ്പോൾ എന്ത് പറയാം? ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത് സർക്കിൾസ് 2.456 പ്ലസ് 2.456 4.912 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് 3 circles drawn with their centers on each vertex of an equilateral triangle and passing through the other 2 vertices. Find area of the region common to all 3. ഇവിടെ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ സൈഡുള്ള. അപ്പോൾ അതിൻ്റെ ഓരോ വെർട്ടെക്സും സെൻറ്ററാക്കിക്കൊണ്ട് മറ്റ് 2 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന് 3നും കോമൺ ആയിട്ടുള്ള പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചിത്രം വരച്ചു. ഈ ട്രയാങ്കിൾ, ഇതിന് A, ഇത് B, ഇതിന് C എൻ്റെ പേര് കൊടുത്തു. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ ഇത് എന്ത് ട്രയാങ്കിളാണ്? ഈക്വലാറ്റർ ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓരോ സൈഡും 2 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും എത്ര വരും? 60 ഡിഗ്രി. നമുക്ക് ഈ 3 സർക്കിളിനും കോമൺ ആയിട്ടുള്ള പാർട്ടിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തിൻ്റെ ഏരിയ ആയിരിക്കും? ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് തൊട്ട് മുമ്പേ ചെയ്ത കണക്ക് പോലെ തന്നെ, തൊട്ട് മുമ്പേ 2 സർക്കിളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 3 സർക്കിള്. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അത് ഏതായിരിക്കും? എ സെൻറ്ററായ സർക്കിളിൻ്റെ റേഡിയസ് AC-യും AB-യും ആണ് അല്ലേ. അത് രണ്ടും 2 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. നമുക്കിത് ഒരു ABC എന്താണ്? ഈക്വലാറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ AC-യുടെയും AB-യുടെയും പിന്നെ അതിൻ്റെ ഈ ആർക്കിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ് എ സെൻറ്ററായ സെക്ടർ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് വരും? ഇത്രയും
അല്ലേ? ഈ ഭാഗത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ റേഡിയസും അറിയാം, സെൻട്രൽ ആംഗിളും അറിയാം. അപ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും 2 സെൻറ്റിമീറ്ററാണ്. ഞാൻ ഒരു സൈഡ് മാത്രം എഴുതിയത് നമുക്കിത് ഷെയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ എഴുതി വൃത്തികേടാക്കേണ്ടെന്ന് ഓർത്താണ്. R റേഡിയസും X സെൻട്രൽ ആംഗിളും ആണെങ്കിൽ എന്തായിരുന്നു സെക്ടറിൻ്റെ ഏരിയ? πr² × x/360. അപ്പോൾ ഇവിടെ റേഡിയസ് എത്രയാണ്? 2. അപ്പം π × 2² × 60/360. അതെന്ത് വരും? π × 4 × 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 60/360. ഓരോ 0 വെട്ടിപ്പോയി. 6ൽ 6 ഒരു പ്രാവശ്യം, 36ൽ 6 പ്രാവശ്യം. പിന്നെ 4നെ 6നെ 2 വെച്ച് നമുക്ക് ചെറുതാക്കാമല്ലോ. 4ൽ 2 2 പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം. അപ്പോൾ എന്ത് വരും? π × 2/3, അതായത് 2π/3. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ ബി. ബി സെൻറ്ററായിട്ട് ഉള്ള സർക്കിളിൻ്റെ റേഡിയസ് BAയും BCയുമാണ്. അപ്പോൾ അതിൻ്റെ ആർക്ക് ഇതല്ലേ? അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമായിരിക്കും ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഏത് വരും? ഇത് വരും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അന്നേരം വീണ്ടും ഉൾപ്പെടും. പിന്നെ ഈ ചെറിയ ഭാഗം കൂടി വരും. ഇവിടെയും റേഡിയസ് 2 സെൻറ്റിമീറ്ററും സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയുമാണ്. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ π × 2² × 60/360 ആണ്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2π/3 കിട്ടിയായിരുന്നു. ഏരിയ ആയതുകൊണ്ട് ഇതൊക്കെ എന്താണ്? സെൻറ്റിമീറ്റർ² ആണ്. ഇനി അതുപോലെ തന്നെ സി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. സി സെൻറ്ററായ സർക്കിളിലെ റേഡിയസ് CAയും CBയുമാണ്. പിന്നെ അതിൻ്റെ ആർക്ക് ഇതും. അപ്പോൾ ഇതിനിടയിൽ വരുന്നതാണ് അതിൻ്റെ സെക്ടർ. അപ്പോൾ ഏത് വരും? ഇത് വീണ്ടും കണ്ട ട്രയാങ്കിൾ വരുന്നത് കണ്ട? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ കൂടെ ഈ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയയും വരും. ഇവിടെയും സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയും റേഡിയസ് 2 ആണ്. അപ്പം ഏരിയ തൊട്ട് മുമ്പേ പോലെ തന്നെ എന്ത് വരും? π × 2² × 60/360. സിംപ്ലിഫൈ ചെയ്താൽ 2π/3 സെൻറ്റിമീറ്റർ² വരും. അപ്പം നമുക്ക് വേണ്ട റീജിയൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഈ കോമൺ ആയിട്ടുള്ള ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും സി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയയും കൂടെ കൂട്ടിയാൽ ഈ ഭാഗങ്ങൾ ഓരോ പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എല്ലാത്തിൻ്റെയും കൂടെ വരും. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 3 പ്രാവശ്യം വരുന്നുണ്ട്. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ 3 പ്രാവശ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ വേണോ? വേണ്ട, ഒരു പ്രാവശ്യം മതി. അപ്പോൾ എത്ര പ്രാവശ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ ഇതിനകത്തുനിന്ന് കുറയ്ക്കണം? 2 പ്രാവശ്യം. ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ? കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? √3/4 A². സൈഡ് 2 അല്ലേ? അപ്പോൾ √3/4 × 2A². നമ്മൾ തൊട്ട് മുമ്പുള്ള കണക്ക് ചെയ്തതാണ്. √3/4 × 2A² എന്ന് പറഞ്ഞാൽ 4 4 വെട്ടിപ്പോയി. √3 സെൻറ്റിമീറ്റർ² ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ എന്ത് വരും? ഏരിയ ഓഫ് റീജിയൻ കോമൺ ടു 3 സർക്കിൾസ് എന്ന് പറയുമ്പോൾ എ സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ പ്ലസ് ബി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ പ്ലസ് സി സെൻറ്ററായ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും ട്രയാങ്കിളിൻ്റെ ഏരിയ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ വന്നു. 3 പ്രാവശ്യം വേണ്ട, 1 പ്രാവശ്യം മതി. അപ്പോൾ 2 പ്രാവശ്യം ട്രയാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. 2 × ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് √3 എന്നല്ലേ കിട്ടിയത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് വരും? ഇത് 3ഉം കൂടെ കൂട്ടിയാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 3 തന്നെ എഴുതുക, ന്യൂമറേറ്റർ കൂട്ടുക.
2 2 4, 4 2 6, 6 പൈ ബൈ 3 മൈനസ് 2 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ്. 6നെയും 3നെയും നമുക്ക് വെട്ടാമല്ലോ. 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 2 പ്രാവശ്യം. അപ്പോൾ 2 പൈ മൈനസ് 1.73യെ 2 കൊണ്ട് ഗുണിക്കണം. എന്ത് വരും? 23 6, 7 14, 1 ബാക്കി, 1 2 2 2 1 3 മൈനസ് 3.46. 2 പൈ എന്ന് പറഞ്ഞാൽ പൈയുടെ വില എത്രയായിരുന്നു? 3.14 മൈനസ് 3.46 ഈക്വൽ ടു 3.14നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 24 8, 1 2 2, 23 6. പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളതുകൊണ്ട് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റണം. അപ്പോൾ എന്ത് വരും? 6.28 മൈനസ് 3.46. ഇതെന്ത് വരും? 8ന് 6 കുറച്ചാൽ 2, 12ന് 4 കുറച്ചാൽ 8, പിന്നെ 5ന് 3 കുറച്ചാൽ 2, 2.82 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആൻസർ എന്ത് വരും? 2.82 സെൻറ്റിമീറ്റർ സ്ക്വയർ.